നവീൻ ഫ്രം പാലക്കാട്. നവീനെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡ് കഴിഞ്ഞിട്ട് ആൾക്കാരൊക്കെ നവീനോട് നല്ല അഭിപ്രായം പറയുന്നുണ്ടോ? നല്ല അഭിപ്രായമായിരുന്നു ചേട്ടാ. നമ്മൾ ഈ എപ്പിസോഡ് കണ്ടു കഴിഞ്ഞിട്ട് കുറച്ച് പേര് ഒന്ന് പരാതി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പരാതിയോ? പരാതി പറഞ്ഞല്ലേ, പാലക്കാടൻ ഭാഷയല്ല ഞാൻ ചെയ്തത്. അപ്പൊ ചോദിക്കുകയാണ്, ഞങ്ങളൊക്കെ ഇങ്ങനെയാണ് സംസാരിക്കുക, നീ നോക്ക ഈ രമേഷും പാലക്കാടല്ലേ, ആ ചെക്കനും ഇതിന്റെ കൂടെ കൂടിയില്ലേ? ഞാൻ പാലക്കാടാണ് ജനിച്ചെങ്കിലും കോട്ടയത്തല്ലേ വളർന്നത്. കോട്ടയത്തൊന്നും പാലക്കാട് ഭാഷ ആരും പറയില്ല. അവിടെ പോയിട്ട് നമ്മൾ കോട്ടയത്തൊക്കെ പോയിട്ട് പാലക്കാട് ഭാഷ പറഞ്ഞിട്ട് അവർ ചോദിക്കും, ഓ എന്താണ്ടാ ഉണ്ട് ഇങ്ങനെയാണ് വർത്താനം പറയാന്നുള്ള അവസ്ഥയിലേക്ക് വരും. കോട്ടയത്ത് ഓ എന്ന് പറഞ്ഞാൽ പുച്ഛമാണ്, ഓ പാലക്കാടൊക്കെ ഓ എന്ന് പറഞ്ഞാൽ സന്തോഷമാണ്. ചായ കുടിച്ചോ? ഓ ഓ ചോറുണ്ടോ? ഓ എല്ലാം ഓ ആണ്. അതാണ് ഈ കുട്ടി ഇഷ്ടപ്പെട്ടോ? എന്താ ഈ കുട്ടിക്ക് പാലക്കാട് ഒരു നല്ല ചെക്കനെ കണ്ടുപിടിച്ച് കല്യാണം കഴിച്ച് കൊടുക്കുന്നത്. പാലക്കാടിന് കേട് വരുത്തുന്നത്? പാലക്കാടിനെ കേട് വരുത്തില്ല, പാലക്കാടിന് ഭാഗ്യമാണ് ഇതുപോലൊരു കുട്ടി പാലക്കാട് വന്നിട്ട്. പാലക്കാട് ശരിയാണ്, പക്ഷെ നിറയെ പുട്ടി അടിച്ചിട്ടാണ് വന്നത്. ആ പുട്ടിയുള്ള ഒരേ ഒരു കുട്ടിയാണ് ഈ കുട്ടി. അതെ, നിർത്ത്. നിങ്ങൾ ഈ പാലക്കാടൻ ഭാഷ പറഞ്ഞാൽ ഞങ്ങളിവിടെ കൊച്ചിക്കാർ കുറെ പേരിപ്പുണ്ട്. ദേ ഇരിക്കണം മുഴുവൻ പെരുമ്പടപ്പാ അല്ലേ? നമ്മള് പാലക്കാട് ഭാഷ പറഞ്ഞല്ലോ. എൻ്റെ ഒരു അമ്മാവനുണ്ടായിരുന്നു, പുള്ളി കല്യാണ ബ്രോക്കറായിരുന്നു. അപ്പോൾ പുള്ളി കല്യാണ ബ്രോക്കറായിട്ട് വേണു എന്ന് പറഞ്ഞ ഒരുത്തനെ പെണ്ണ് കാണിക്കാൻ വേണ്ടി കൊണ്ടുപോയി. പെണ്ണ് കാണിക്കാൻ ഇപ്പോൾ പെണ്ണ് കെട്ടുകാർ വേണ്ടതെങ്ങാണ്ട് പറഞ്ഞെന്ന് തോന്നിയിട്ട് അതിൻ്റെ കഥ നാട്ടിൽ വന്ന് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുക. പണ്ടാണ് കേട്ടോ, കുറച്ച് നാളുകൾ മുമ്പ് നമ്മുടെ വാണുല്ലേ, ബാബുവേട്ടൻ്റെ മോൻ വാണുവിന് ചന്തപ്പരയെന്നൊരു കല്യാണാലോചന വന്നിട്ട് ഞാൻ വാണുവിൻ്റെ കൂടെ പെണ്ണ് കാണാൻ വേണ്ടിയിട്ട് ചന്തപ്പര വരെ പോയി. അവിടെ പോയപ്പോൾ പെണ്ണിൻ്റെ വീട്ടുകാർ ചോദിക്കുകയാണ്, ഈ വേണുവിന് എന്താണ് പണിയെന്ന്. ഞാൻ പറഞ്ഞു, നിങ്ങളല്ലാണ്ട് വേണുവിൻ്റെ പണി ചോദിക്കുമോ? വേണുവിൻ്റെ പണി ആരെങ്കിലും ചോദിക്കുമോ? ചന്തപ്പരയിൽ വന്നിട്ട് ചോദിക്കുമോ വേണുവിന് എന്താ പണിയെന്ന്? വേണു ഷർട്ട് തുന്നണ മാതിരി ആരും ഷർട്ട് തുന്നുക? ഈ ഷർട്ടൊക്കെ വാണ് തുന്നിയതാണ് എന്ന് പറയുമ്പോൾ ബട്ടൺസൊക്കെ ഏണ കോണാന്നിരിച്ച് കോളറൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഷർട്ടായിട്ട് അതായത് ഈ ഷർട്ട് വാണ് തുന്നിയതാണ്. അപ്പോൾ അവർ പറഞ്ഞു, അങ്ങനെ ഷർട്ട് തുന്നിയെന്നൊന്നും പറഞ്ഞിട്ട് എനിക്ക് മോളെ കൊടുക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വേണുവിന് ഇത്തിരി പെണ്ണിനെ കൊടുക്ക്, ഇല്ലെങ്കിൽ നിങ്ങൾ പെണ്ണിനെ കൊടുക്കണ്ട. എന്നിട്ട് അവർ വേണ്ട പറഞ്ഞപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, നഷ്ടം വേണുവില്ല, നഷ്ടം നിങ്ങളുടെ മോൾക്കാണ്. ഞാൻ അത്ര നേരം പറയാണ്ട് വെച്ചൊരു കാര്യം ഞാൻ വേണുവിനെ പറ്റി അവരോട് പറഞ്ഞപ്പോൾ അവർ അയ്യടാന്നായി. ഞാൻ പറഞ്ഞു, വേണുവിന് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട്. ഈ ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഒരു വലിയ പ്രശ്നം വണ്ടി ഇല്ലാത്തതായിരുന്നു. നമ്മളൊരു ആവശ്യമില്ല 18 വയസ്സ് കഴിഞ്ഞപ്പോൾ തന്നെ ലോറി വരെ ഓടിക്കാനുള്ള ലൈസൻസ് എടുക്കുമല്ലോ, ഒരു വണ്ടി ഇല്ലാത്ത സമയത്ത്. എൻ്റെ ഒരു കൂട്ടുകാരൻ ലൈസൻസ് കിട്ടി കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണമെന്ന് പറയുന്നത്, ഇപ്പോൾ എൻ്റെ സുഹൃത്തായിട്ടുള്ള ഒരു വക്കീലുണ്ട് വൈക്കത്ത് കോടതിയിൽ, വലിയ വക്കീലൊരു അന്ന് ഓട്ടോമാറ്റിക് കാർ മേടിച്ചു, നല്ല പ്രീമിയം കാർ ഒരെണ്ണം മേടിച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഓടിക്കാൻ പറ്റിയ ആരെങ്കിലും കിട്ടിയാൽ പറഞ്ഞോ കേട്ടോ, ഞാനൊരു ഡ്രൈവറെ നോക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പം ഫ്രഷ് ആയിട്ട് ലൈസൻസ് കിട്ടിയ എൻ്റെ ഒരു കൂട്ടുകാരുണ്ട്. ഞാൻ പറഞ്ഞു, നീ ഒന്ന് പുള്ളിനെ കാണ്. പുള്ളി ഇങ്ങനെ ചോദിച്ചു എന്ന് പറഞ്ഞു. ഇവൻ അവിടെ ചെന്നു. അപ്പോൾ വക്കീൽ ചോദിച്ചു, ഓട്ടോമാറ്റിക് വണ്ടിയാണ് ഓടിക്കാനൊക്കെ. കുഴപ്പമില്ല സാറേ, ഞാൻ ഓടിച്ചോളാം. എന്താണ് സാലറി പ്രതീക്ഷിക്കുന്നത്? അപ്പോൾ ഇവൻ, ഇല്ല സാറേ, ഞാൻ ആദ്യമായിട്ടാണ്, ഞാനങ്ങനെ സാലറി ഞാനായിട്ട് പറയൂല. ഒരു അങ്ങനെ പറയരുത്. ഇപ്പം എന്നെ ഒരു കേസിന് താൻ വിളിച്ചാൽ ഞാൻ കൃത്യമായിട്ട് എൻ്റെ സാലറി പറയും. താനൊരു ജോലി ചെയ്യുന്നു, തനിക്ക് പൈസ തരേണ്ട എൻ്റെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ അങ്ങനെയൊന്നും വേണ്ട, താൻ സാലറി പറയില്ല സാറേ. ഞാൻ സാലറി പറഞ്ഞിട്ട് സാർ എനിക്ക് സാലറി തരില്ല. ഞാൻ സാലറി പറഞ്ഞിട്ട് തൊഴിലിന് വന്ന ഒരാളല്ല. എനിക്ക് സാലറി വേണ്ട. ഞാൻ സാലറി വേണം, പക്ഷെ ഞാൻ എന്താന്ന് പറയില്ല. സാർ എന്താന്ന് വെച്ചാൽ തന്നത്. ഇവിടെ താൻ അങ്ങനെ പറയരുത്. താൻ സാലറി എന്താന്ന് വെച്ചാൽ പറ. ഇല്ല സാറേ, എനിക്ക് സാലറി അല്ല പ്രധാനം, എനിക്ക് എൻ്റെ കൈ ഒന്ന് തെളിയണം, അതിനുവേണ്ടി വന്നതാണ്.